ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറികൾ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഇഫ്താർ സ്നാക്ക് ഐറ്റം ആയിട്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മട്ടൺ കീമ ഉണ്ടാവില്ലേ, അതെടുത്തിട്ടുണ്ട്. മട്ടണ് നല്ല ഫ്രഷുള്ള മട്ടൺ എടുത്തിട്ട് കീമ പോലത്തെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് സ്ട്രെയിൻ ചെയ്യാൻ പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. അതിനുശേഷം വെള്ളമൊക്കെ പോയ ശേഷം നമുക്ക് വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ അതിലേക്ക് ഒരു വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവോള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലയും മീറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് ഞാൻ അരവിന് ചേർത്ത് കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് 1 ടീസ്പൂൺ ചതച്ച മുളക് എടുക്കുക, ക്രഷ്ഡ് ചില്ലി എടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഹാഫ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് എടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. 1 മണിക്കൂറെങ്കിലും ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കണം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇതൊക്കെ പാകം കേട്ടോ. എരിവും ഉപ്പ് എല്ലാം പാകമായിട്ടുണ്ട്. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കിത് പിന്നെ കുക്ക് ചെയ്യാൻ ആവശ്യം ആ സമയത്ത് ഇട്ടെടുത്താൽ മതി. ഇപ്പോൾ കൂടുതൽ ഇട്ട് കൊടുക്കാൻ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ വരുമ്പോഴേക്ക് കുക്ക് ചെയ്തിട്ടെടുക്കുക. വെന്ത് വന്ന ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം കേട്ടോ. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഒറ്റി വരണം കേട്ടോ. വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ സമയത്ത് എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നത് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. കണ്ട ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 2 മിനിറ്റ് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം.
ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ചൂട് മാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഏത് ഷേപ്പിലൊക്കെ വേണമെങ്കിൽ നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കബാബിൻ്റെ ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഓരോരുത്തരും ഇഷ്ടം കേട്ടോ. അതനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. കട്ട്ലറ്റ് പോലത്തെ ഉണ്ടാക്കാം, പിന്നെ സ്പ്രിംഗ് റോളിൽ അങ്ങനെ ഉണ്ടാക്കാം. ഒരു സ്പൂൺ വയ്ക്കുക, അതിലേക്ക് ഒരു സ്പൂണിൻ്റെ അളവിൽ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. കണ്ട ഞാനെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ബോൾസൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ട് വയ്ക്കുക. ബ്രെഡ് 4 സൈഡ് ബ്രെഡ് ഉണ്ടാവില്ലേ, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 2 മുട്ടയും കുറച്ച് പാലെടുത്തിട്ടുണ്ട്. 2 മുട്ടയും 3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്യാറില്ലേ അതേപോലത്തെ കേട്ടോ. മുട്ടിലും നോക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒക്കെ എടുക്കുക. 2 പ്രാവശ്യം കോട്ട് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോവാതെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കണ്ട എല്ലാം ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനത്തെ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ല റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 ബ്രെഡ് പീസിൻ്റെ സൈഡാണ് എടുത്തിട്ടുള്ളത്. നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം കേട്ടോ. സ്റ്റോർ ചെയ്യാൻ പോകണമെന്നുണ്ട്. ഇത് കുറച്ച് നാളിലേക്ക് 1 മാസം വരെ കേടുകൂടാതെ നിൽക്കും കേട്ടോ. നമുക്ക് സിപ്പിലൊക്കെ കവറിൽ വെച്ചിട്ട് 1 മാസം വരെ വയ്ക്കാൻ പറ്റും. ഫ്രീസ് ചെയ്തിട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ. ഒരു ബോക്സിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മാറ്റിയിട്ട് സിപ്പിലൊക്കെ കവറിലേക്ക് വെച്ച് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ കുറേ നാളുണ്ടാവും കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കണമെന്നുണ്ട്. 2 മണിക്കൂർ ശേഷം ഞാൻ അടുത്ത് മാറ്റിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണമെന്ന് മാത്രം ഇങ്ങനെ ഒരു സിപ്പിലൊക്കെ കവർ ഉണ്ടാവില്ലേ അതിലേക്ക് വെച്ച് കൊടുക്കുക. വൈകുന്നേരം മക്കൾക്ക് സ്നാക്കായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ പറ്റും കേട്ടോ. 1 മാസം അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് കാണിച്ച് തരാമേ. ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ പേരെഴുതിയിട്ട് വയ്ക്കാം കേട്ടോ. കുറേ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നമുക്ക് പേര് എഴുതി വെച്ചിട്ട് വയ്ക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ. ഒരു ചെറിയ പാൻ എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക. ചെറിയ പാനാകുമ്പോൾ ഓയിൽ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് ബോൾസ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് കബാബിൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇങ്ങനെ ഓയിലിൽ ഫ്രൈ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഇതാക്കിയിട്ട് എടുക്കാൻ പറ്റും. എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി.
ഒട്ടും എണ്ണ ഒടിച്ചിട്ടില്ല കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണമെന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റ് ഇട്ടാ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അരവ് എല്ലാം പാകമായിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ കുറേ സമയമൊന്നും ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടേ, ഇത്തിരില്ല കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും നമ്മൾ ചിക്കൻ കൊണ്ടല്ല ഉണ്ടാക്കാറുള്ളത്. ഈ പ്രാവശ്യം നമുക്ക് മട്ടൺ കൊണ്ട് ഉണ്ടാക്കി നോക്കാം. ഇനി ഇത് ഗ്രീൻ ചട്നീൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ കെച്ചപ്പിട്ടാൽ അതിൻ്റെ കൂടെയെങ്കിൽ കഴിക്കാട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക. കണ്ട, കയ്യിൽ ഇട്ട് നോക്കുമ്പോൾ ഓയിലൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നല്ല സോഫ്റ്റ് ഉണ്ടാവും. കണ്ട, ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.